ആധുനിക ന്യൂറോ സയൻസ് പുരാതന വചന സത്യങ്ങളെ സാധൂകരിക്കുമ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ശാസ്ത്രവും മനഃശാസ്ത്രവും കലർന്ന മനസ്സിലാവാത്ത ചില ചിന്തകളാണോ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് വിഷയ തലക്കെട്ട് കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ന്യൂറോ സയൻസ്? ആധുനിക ന്യൂറോ സയൻസ് എന്താണ് പറയുന്നത്? എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ കാലങ്ങൾക്ക് മുമ്പേ പ്രസ്താവിക്കപ്പെട്ട വചന സത്യങ്ങളും ആധുനിക ന്യൂറോ സയൻസ് പറയുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാനായിട്ട് ഇന്ന് ശ്രമിക്കാം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ സംസാര മധ്യമൊക്കെ ഇങ്ങനെ ചില പ്രസ്താവനകൾ കേട്ടിരിക്കും. അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, പണ്ടേ ഉള്ള സ്വഭാവമാണ് എൻ്റേത്, മാറാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള വാചകങ്ങൾ നമ്മൾ കേട്ടിരിക്കും. ഇത് ശരിയാണ്. ഒരു വിശ്വാസിയുടെ ജീവിത രൂപാന്തരവും പുതുക്കവും അനുദിനം സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ, അതുപോലെ മൂല കാരണങ്ങളെ, ഈ പ്രശ്നത്തെ മറികടക്കാൻ സഹായിക്കുന്ന ചില ചിന്തകളെയൊക്കെ ഈ ആഴമേറിയ പഠനത്തിലൂടെ അറിയാൻ നമുക്ക് സാധിക്കുമോ? അതിനായിട്ട് നമുക്ക് ചെവി ഓർക്കാം. PC ബെന്നി സഹോദരനാണ് ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പഴയ ബൈബിൾ സത്യങ്ങളുമായിട്ട് എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനം ഒരു പ്രത്യേക മേഖലയെ മാത്രം ആസ്പദമാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ തന്നെ ബൈബിൾ പഠിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവവചനം പഠിക്കണം, ധ്യാനിക്കണം, ചിന്തിക്കണം, അത് ആവർത്തിച്ച് കേൾക്കണം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ ബൈബിളിൽ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അതിൻ്റെ പ്രയോജനം നമുക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അതില്ലെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ സമീപനങ്ങളെയും കാഴ്ചപ്പാടുകളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് താരതമ്യേന പുതിയ പല കണ്ടുപിടുത്തങ്ങളും വരികയും ആ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എത്രമാത്രം ശാസ്ത്രീയമായിട്ട് അടിത്തറയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പിൻബലമുള്ള കാര്യങ്ങളാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ചേർത്ത് വെക്കാൻ ആണ് ഈ സമയം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു 3000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ബൈബിളിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രം ഗവേഷണം നടത്തി, പ്രത്യേകിച്ച് ആധുനിക സ്കാനിങ് മെത്തഡോളജികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പുരാതന ജ്ഞാനം, ബൈബിൾ നൽകുന്ന ജ്ഞാനം ആധുനിക ശാസ്ത്രത്തെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളത് കാണാൻ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ, പ്രാരംഭത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓൾ ട്രൂത്ത് ഈസ് ഗോഡ്സ് ട്രൂത്ത്. ഓൾ ട്രൂത്ത് ഈസ് ഗോഡ്സ് ട്രൂത്ത്. എല്ലാ സത്യവും ദൈവത്തിൻ്റെ സത്യമാണ്. ഇതൊരു പഴയ പ്രസ്താവനയാണ്, വളരെ പ്രധാനപ്പെട്ട ഗംഭീരമായിട്ടുള്ള പ്രസ്താവനയാണ്. സർവ്വസത്യവും അത് ദൈവത്തിൻ്റെ സത്യമാണ് എന്നാണ് ആ പ്രസ്താവന പറയുന്നത്. അല്ലെങ്കിൽ എവിടെയൊക്കെ സത്യമുണ്ടോ അതൊക്കെ ദൈവത്തിൻ്റെ സത്യങ്ങളാണ് എന്ന് വെച്ചാൽ ബൈബിളിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് നാം ധരിച്ചു പോകരുത്. ബൈബിൾ സത്യമാണ്, പക്ഷെ ബൈബിളിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് നാം ചിന്തിക്കരുത്. മറ്റ് പുസ്തകങ്ങളിലും മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിലും ശാസ്ത്ര മേഖലകളിലൊക്കെ സത്യമുണ്ട്. അത് പലതും മുഴുവനും സത്യമല്ലാതിരിക്കാം, ചിലപ്പോൾ സത്യത്തിലും കൂടുതൽ അസത്യങ്ങളായിരിക്കാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ സത്യം അവിടെ കണ്ടേക്കാം. എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ആ സത്യം അത് ദൈവത്തിൻ്റെ സത്യമാണ് എന്നാണ് ആ പ്രസ്താവന പറയുന്നത്. അത് പഴയ നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാരായ ആളുകൾ, എഴുത്തുകാരായിട്ടുള്ള ആളുകൾ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. ആ ദൈവം തന്നെയാണ് ബൈബിൾ നമുക്ക് എഴുതി തന്നത്.
ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ശാസ്ത്രം ശരിയായിട്ട് ദൈവവചനവുമായിട്ട് ചേർത്ത് വെച്ചാൽ അതൊരിക്കലും വിരുദ്ധമായി തീരുകയില്ല, അല്ലെങ്കിൽ ശാസ്ത്രം ഒരിക്കലും ബൈബിളിന് എതിരാവുകയില്ല, എതിരാവേണ്ട ആവശ്യവുമില്ല. പിന്നെ ശാസ്ത്രത്തിൻ്റെ പരിഗണനയുടെയും പരിധിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രം പറയുന്നു എന്നുള്ള പ്രതീതി വരുത്തി ചില ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് അത് ബൈബിളിനോട് നിരക്കാതെ പോകുന്നത്. അല്ലാത്ത പക്ഷം ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ബൈബിളിൻ്റെ സത്യങ്ങളുമായിട്ട് വിയോജിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. അപ്പോൾ ആധുനിക പഴയ സഭാപിതാക്കന്മാരായിട്ടുള്ള ആളുകൾ, അഗസ്റ്റിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, പിന്നെ ജോൺ കാൽവിനെ പോലുള്ള ആളുകളൊക്കെ എടുത്തു പറഞ്ഞു. അവരൊക്കെ പറഞ്ഞ സത്യമാണ്, എല്ലാ സത്യവും ദൈവത്തിൻ്റെ സത്യമാണ് എന്ന്. ഫ്രാൻസിസ് ബേക്കൺ, അദ്ദേഹം ശാസ്ത്രീയ മെത്തഡോളജികൾ, സയന്റിഫിക് മെത്തഡോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങൾ രീതികൾ അദ്ദേഹമാണ് ആദ്യമേ അതിനെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന രസകരമായിട്ടുള്ള പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, ദൈവം 2 പുസ്തകങ്ങൾ എഴുതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവത്തിന്റെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ദൈവവചനത്തിന്റെ പുസ്തകം, അത് തിരുവെഴുത്താണ് അല്ലെങ്കിൽ സ്ക്രിപ്ചർ എന്ന് നാം പറയുന്നതാണ്. മറ്റേത് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ പുസ്തകം, അത് സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ചം, പ്രകൃതി, അതാണ്. അപ്പോൾ ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായതിനാൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങൾ എന്തും അതൊരു മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്തിയാലും അതൊരു സമവാക്യത്തിലൂടെ കണ്ടെത്തിയാലും അത് ദൈവികമായിട്ടുള്ള വെളിപാടുകളിലൂടെ കണ്ടെത്തിയാലും ആത്യന്തികമായി അത് ദൈവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞാലും കെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞാലും അവിടെയുള്ള സത്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സത്യങ്ങളാണ്. അതേപോലെ നാം ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്ന ന്യൂറോ സയൻസ് എന്ന ശാസ്ത്ര ശാഖയും അത് ദൈവത്തിൻ്റെ സത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും, ബൈബിളിൻ്റെയും അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെയും മേഖലകൾ രണ്ടാണ് എന്ന വ്യത്യാസമാണ് പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. ബൈബിളിൻ്റെ പ്രതിപാദ്യ വിഷയം അത് ആര് എന്നതിൽ ഊന്നുന്നു, ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തിന് എന്നുള്ളതിനെക്കുറിച്ചും ബൈബിൾ വിശദീകരണം നൽകുന്നുണ്ട്. എന്നാൽ ശാസ്ത്രം നമ്മളോട് പറയുന്നത് എങ്ങനെ എന്നുള്ള മേഖലയെക്കുറിച്ചാണ്, ഹൗ എന്നുള്ള മേഖലയെക്കുറിച്ചാണ്. അതേപോലെ തന്നെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നു. അപ്പോൾ ഹൂ ആൻഡ് വൈ എന്നുള്ളതാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഊന്നലെങ്കിൽ ഹൗ ആൻഡ് വാട്ട് എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ മേഖലകൾ, ശാസ്ത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരിക്കലും വൈരുദ്ധ്യമില്ലാതെ ചേർന്ന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കണ്ടെത്തലുകളെ കുറിച്ചാണ്. ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് താരതമ്യേന ഒരു പുതിയ ശാഖയാണ്. ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല മേഖലകൾ നേരത്തെ ഉണ്ടായിരുന്നു, എങ്കിലും ന്യൂറോ സയൻസ് എന്ന രീതിയിൽ അതിനെ കാണാൻ തുടങ്ങിയിട്ട് അധികം കാലമായില്ല. ഒരു സൊസൈറ്റി ഓഫ് ന്യൂറോ സയൻസ് രൂപം കൊണ്ടത് 1969 അപ്പോൾ ഈ മസ്തിഷ്കത്തെക്കുറിച്ച്, ബ്രെയിനിനെ കുറിച്ച്, തലച്ചോറിനെ കുറിച്ച്, നാഡീ വ്യവസ്ഥയെക്കുറിച്ച്, സ്പൈനൽ കോഡിനെ കുറിച്ച്, അങ്ങനെയുള്ള അതുമായിട്ട് നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന അവയവങ്ങളെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെക്കുറിച്ച്, വികാരങ്ങളെക്കുറിച്ച്, ഇവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ന്യൂറോ സയൻസ്. അതിൽ ക്ലിനിക്കൽ ന്യൂറോ സയൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ പൊതുവെ ആശുപത്രികളിലൊക്കെ കാണുന്ന മേഖല. എന്ന് വെച്ചാൽ ന്യൂറോ മെഡിസിൻ എന്നും ന്യൂറോ സർജറി എന്നൊക്കെ പറഞ്ഞ് അതിനെ രോഗത്തിൻ്റെ രീതികൾ, അതിൻ്റെ രോഗം ബാധിക്കുന്നതിൻ്റെ കാരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ന്യൂറോ മെഡിസിൻ, അതേപോലെ അതിനെ തലച്ചോറിനെയും നാഡീ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന ന്യൂറോ സർജറി എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ അത് രണ്ടും ക്ലിനിക്കൽ ന്യൂറോ സയൻസ് ആണ്. എന്നാൽ വേറെ ഒരുപാട് ന്യൂറോ സയൻസുകളുണ്ട്. എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ഉണ്ട്, ബിഹേവിയറൽ ന്യൂറോ സയൻസ് ഉണ്ട്, അങ്ങനെ പല മേഖലകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ കണ്ടെത്തിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് നോക്കാം. അപ്പോൾ 4 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഈ കണ്ടെത്തലുകൾ നടന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിന്തയെ സംബന്ധിച്ചുള്ള മേഖലകളിൽ, ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള മേഖലകൾ, സെൻസസ്, അതേപോലെ ശരീരം, ബോഡിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള ചില കണ്ടെത്തലുകളാണ്. അവ ഈ 4 മേഖലകളിലും ഈ ന്യൂറോ സയൻസും അനുബന്ധ ശാസ്ത്ര ശാഖകളും ഒക്കെ ബൈബിളിനെ വളരെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സും മാനസിക വ്യാപാരങ്ങളും അവയെ എന്തിന് നമ്മൾ പഠിക്കണം,
അത് എന്തിനെക്കുറിച്ച് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബൈബിൾ പറയുമ്പോൾ അത് ആ ചിന്തകൾ സാധ്യമാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ഫിസിക്കൽ ബ്രെയിനിനെ എങ്ങനെ നിർമ്മിച്ചു, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ന്യൂറോ സയൻസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പഠനം, ഒരു മേഖല നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെ നവീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് നവീകരിക്കാനായിട്ട് സാധിക്കും. അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സുകളെ നമുക്ക് നവീകരിക്കാൻ സാധിക്കും. അപ്പോൾ ബൈബിളിലെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാക്യമാണ് റോമാലേഖനം 12:2 വാക്യം. നമുക്ക് പരിചയമുള്ള വാക്യമാണ് 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് ആ വാക്യം പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആഹ്വാനം അല്ലെങ്കിൽ നിർദ്ദേശം, കൽപ്പന പോലെ പറഞ്ഞിരിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണത്താൽ രൂപാന്തരപ്പെടുവിൻ എന്നുള്ള ആഹ്വാനമാണ്, നിർദ്ദേശമാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. അതിന്റെ തിയോളജിക്ക് അവിടെ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇതൊരു കൽപ്പനയാണ് എന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 പ്രധാന നിർദ്ദേശങ്ങളാണ്. ഒന്ന്, മനസ്സിനെ പുതുക്കണം. 2, രൂപാന്തരപ്പെടണം. ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. റിന്യൂ എന്നുള്ള വാക്ക് അത് അനാകൈനോസിസ് എന്ന വാക്കാണ്. അനാകൈനോസിസ് എന്ന് വെച്ചാൽ വാസ്തവത്തിൽ റിനോവേഷൻ എന്നാണ് അർത്ഥം. റിനോവേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു കെട്ടിടത്തെ പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ റിനോവേഷൻ എന്ന് പറയില്ല. എന്നാൽ അതിന്റെ ഘടന മാറ്റി കഴിയുമ്പോൾ, അതിന് സ്ട്രക്ചറൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ അതിനെ റിനോവേഷൻ എന്ന് പറയുന്നത് പുതുക്കലാണ്. അപ്പോൾ മനസ്സിനെ പുതുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താനായിട്ടും സാധിക്കും. രൂപാന്തരപ്പെടുത്താനായിട്ട് ട്രാൻസ്ഫോം എന്ന വാക്ക് മെറ്റമോർഫോ എന്ന വാക്കാണ്. മെറ്റമോർഫോഫിസിസ് എന്ന വാക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പൂമ്പാറ്റ അത് മുട്ടയിട്ട് പുഴു വിരിയുന്നു, ആ പുഴു ഇലയൊക്കെ തിന്ന് വളരുന്നു. അങ്ങനെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതൊരു പ്യൂപ്പ ദശയിലേക്ക് പ്രവേശിക്കും. അതിന് ചുറ്റും ഒരു കവചമുണ്ടാക്കി അതിനുള്ളിൽ അത് ചില നാളുകൾ താമസിക്കും. അതിനുശേഷം ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ ആ പ്യൂപ്പയുടെ വാതിലുകൾ ഒക്കെ തുറന്ന് അത് പൊട്ടിച്ച് പുറത്തേക്ക് ഒരു പൂമ്പാറ്റ പുറത്തു വരും. അപ്പോൾ ഈ പുഴുവും പൂമ്പാറ്റയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് കണ്ടാൽ ഒരു രീതിയിൽ ഒരുപോലെയല്ല. പുഴു ഒരിക്കലും ആഗ്രഹിക്കത്തക്ക ഒരു രൂപഭാവമുള്ള ഒരു ജീവിയല്ല. എന്നാൽ പൂമ്പാറ്റ വളരെ സുന്ദരമായ, വളരെ കളർഫുള്ളായ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊരു വലിയ മാറ്റമാണ്. ഈ മാറ്റത്തെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാധിക്കും എന്നാണ് ഈ ബൈബിൾ വാക്യം നമ്മളോട് പറയുന്നത്. മനസ്സിനെ പുതുക്കാൻ സാധിക്കും, മനസ്സിനെ റിനോവേറ്റ് ചെയ്യാൻ സാധിക്കും, മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിനെ രൂപാന്തരം വരുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു ധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലം വരെ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ തന്നെ മനുഷ്യൻ ചിന്തിച്ചിരുന്നത്, ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നത്, പ്രത്യേകിച്ച് ന്യൂറോളജിസ്റ്റുകളും അതേപോലെ ന്യൂറോ സർജൻസും ഒക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന്റെ മസ്തിഷ്കം അത് ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ, അതായത് മുതിർന്ന ഒരാളുടെ മസ്തിഷ്കം അത് ഹാർഡ് വയേർഡാണ്, അത് സ്ഥിരമായ ഒന്നാണ്, അത് മാറാത്ത ഒന്നാണ് എന്നാണ്. ഒരു സ്റ്റാറ്റിക്കായ ഹാർഡ് വയേർഡായ ഒരു ബയോളജിക്കൽ മെഷീനാണ് മനുഷ്യന്റെ മസ്തിഷ്കം എന്നാണ് ഈ 20-ാം നൂറ്റാണ്ട് വരെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം. അങ്ങനെയാണ് നാഡീശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റുകളൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഡോക്ടർമാരൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യം അതാണ്. അപ്പോൾ ബാല്യകാലത്തിലെ ഒരു വികാസമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തലച്ചോറിന്റെ ഘടന അത് സ്ഥിരമാണ്. അതിന് പുതിയ ന്യൂറൽ കണക്ഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല, അത് വളർത്താൻ സാധിക്കുകയില്ല. മാത്രമല്ല, കേടായ മസ്തിഷ്ക കോശങ്ങളൊന്നും നന്നാക്കാനോ മാറ്റി സ്ഥാപിക്കാനോ സാധിക്കുകയില്ല, മാറുകയില്ല എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് പൂർണ്ണമായും നിർണായകമായ ചില പ്രേരണകളാൽ അത് നയിക്കപ്പെടുന്നു എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ന്യൂറോ സയൻസിന്റെ, ആധുനിക ന്യൂറോ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ റാമോൺ എന്ന വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞത് 1928 അദ്ദേഹം പറഞ്ഞത്, അഡൽട്ട് നെർവ് സെന്റേഴ്സ് ആൻഡ് നെർവ് പാത്സ് ആർ സംതിങ് ഫിക്സ്ഡ്, എൻഡഡ് ആൻഡ് ഇമ്മ്യൂട്ടബിൾ എന്നാണ്. അത് ഉറപ്പായ, സ്ഥിരമായ, മാറ്റാൻ പറ്റാത്ത ഒരു ഘടനയാണ് അതിനുള്ളത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ രൂപമാറ്റത്തിന് സാധ്യമല്ലാത്ത ഒന്നാണെങ്കിൽ ബൈബിൾ പറയുന്ന ഈ റിനോവേഷൻ അത് സാധിക്കുമോ? അതിനെ പുതുക്കാൻ സാധിക്കുമോ? അത് വെറും ആലങ്കാരികമായ ഒരു പ്രയോഗം മാത്രമാണോ?
അതൊരു ഒരു ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു അലങ്കാരം മാത്രമാണോ, ഒരു അലങ്കാര പ്രയോഗം മാത്രമാണോ, അതോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ബയോളജി സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ സാധ്യമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ജസ്റ്റിൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ബ്രെയിൻ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രീതിയിലാണ്, ഇത് മാറുകയില്ല, ഞാനൊരു കോപിഷ്ഠനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭീരുവായ വ്യക്തിയാണ്, ഞാനൊരു എടുത്തിയാട്ടക്കാരനാണ്, അതുകൊണ്ട് ഇതിനൊന്നും വലിയ മാറ്റമൊന്നും വരികയില്ല, ഞാനൊരു അഡൽട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൽ വ്യത്യാസമൊന്നും വരികയില്ല, ഞങ്ങൾ പണ്ടേ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പല ന്യായീകരണങ്ങളും ചിന്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് കാര്യമെങ്കിൽ ഈ ബൈബിൾ പറയുന്ന ഈ മാറ്റം അതിന് സാധ്യമാണോ, അതിനെന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കുമോ എന്നൊരു ചോദ്യം നമുക്ക് ആദ്യം ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുതിയ കണ്ടെത്തലുകൾ ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ നമ്മെ വളരെ സ്വാധീനിക്കുന്ന കണ്ടെത്തലുകളാണ്. അതിനെ ന്യൂറോ സയൻസ് അതിനെ വിളിക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന മാറ്റമാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ തലച്ചോറിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ, അഡൽട്ട് മസ്തിഷ്കത്തെ തന്നെ രൂപമാറ്റത്തിന് വിധേയമാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പ്ലാസ്റ്റിക് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് ഉപകരണം എന്നുള്ള അർത്ഥത്തിലല്ല, രൂപമാറ്റത്തിന് വിധേയമാകുന്ന അല്ലെങ്കിൽ വഴക്കമുള്ള ഒന്നാണ്, മാലിയബിൾ ആയിട്ടുള്ള ഒന്നാണ്, രൂപഭേദം വരുത്താൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് പ്ലാസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മസ്തിഷ്കം വളരെ പ്ലാസ്റ്റിക്കായ ഒന്നാണ് എന്ന് വെച്ചാൽ അത് വഴക്കമുള്ളതാണ്, അതിൻ്റെ ആകൃതിയും സ്വഭാവത്തിനൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുതിയ കാലത്തുള്ള ഒരു ന്യൂറോ സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു കുശവൻ കളിമണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങൾക്ക് രൂപഭാവം വരുത്തുന്നത് പോലെ മസ്തിഷ്കത്തെ മാറ്റാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം മാറ്റിയെടുക്കാം എന്ന് മാത്രമല്ല, തലച്ചോറിന്റെ ഘടന തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ന്യൂറോൺസിന്റെ ഘടന പോലും അവയുടെ പ്രവർത്തന രീതിക്കനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട, വളരെ അടിസ്ഥാനപരമായിട്ട് ചില വിവരങ്ങൾ വേഗത്തിൽ ഒന്ന് പറയട്ടെ. നമുക്കറിയാമല്ലോ, തലച്ചോറിന് തന്നെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. മനുഷ്യന്റെ ബ്രെയിനിന് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്ന ഭാഗം, മറ്റൊന്ന് സെറിബെല്ലം എന്ന് പറയുന്ന തലയുടെ പുറകിലുള്ള ഭാഗങ്ങളാണ്. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ബ്രെയിൻ സ്റ്റെം അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ തണ്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധികവും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതേസമയം നമ്മുടെ ബാലൻസ്, ശരീരത്തിന്റെ ചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. എന്നാൽ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ശ്വസനം, അതുപോലെ ഹൃദയമിടിപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ദഹനം തുടങ്ങിയ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള പല പ്രക്രിയകളെയും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെമാണ്. ഇതാണ് ശരീരത്തിന്റെ തലച്ചോറിന്റെ പൊതുവായ ചില ഘടന. ഇനി അതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ചില മേഖലകളെ കുറിച്ച് ഒന്ന് വേഗത്തിൽ പറയാം. അത് ഒരു പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ പഠനത്തിന് വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അത് നമ്മുടെ നെറ്റിയുടെ നേരെ പുറകിലിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഫ്രോണ്ടൽ ലോബിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ദ വൈസ് ബോസ് എന്ന പേരിലാണ്. എന്ന് വെച്ചാൽ തലയുടെ ബുദ്ധി കേന്ദ്രമാണ്, അല്ലെങ്കിൽ CEO എന്നൊക്കെ നമുക്ക് വിളിക്കാം. ശരീരത്തിന്റെ CEO അല്ലെങ്കിൽ ബ്രെയിനിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ പറയുന്ന പോലെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ശരീരത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റിയുടെ നേരെ പുറകിലുള്ള ഭാഗം. അപ്പോൾ ഇത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വയം നിയന്ത്രണം ഈ ഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു നമ്മളെ ഒരു പക്വതയുള്ള വ്യക്തിയായിട്ട് സൂക്ഷിക്കുന്നതിൽ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഒരു കേന്ദ്രമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമാണ്. അത് വളരെ ചെറിയൊരു ഭാഗമാണ്. അതിനെക്കുറിച്ച് വിളിക്കുന്നത് അത് മെമ്മറി സേവർ എന്നാണ്, അല്ലെങ്കിൽ ഓർമ്മയുടെ കേന്ദ്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓർമ്മകൾ, പഠന വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതിനെ ഓർമ്മകളാക്കി സൂക്ഷിക്കുകയും അത് സ്ഥായിയായിട്ടുള്ള ഓർമ്മകളായിട്ട് സേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ ഭാഗമാണ്. നമ്മൾ പിന്നെ ആളുകളുടെ പേരുകൾ, സംഭവങ്ങൾ, കാര്യങ്ങൾ, കണക്കുകൾ, ശാസ്ത്ര വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹിപ്പോ ക്യാമ്പസ് നമ്മളെ വളരെയധികം ആ കാര്യത്തിൽ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു തലച്ചോറിലെ കേന്ദ്രം. മൂന്നാമത്തെ ഒരു കേന്ദ്രം അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു കേന്ദ്രമാണ്. അമിഗ്ഡാല, ആ പേരുകളൊന്നും വേണ്ടി പേടിക്കണ്ട, അത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്.
ഈ അമിഗ്ഡാലയെ കുറിച്ച് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറിന്റെ അലാം സിസ്റ്റം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വികാര കേന്ദ്രം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ശക്തമായ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന, വികാരങ്ങളുടെ കാര്യങ്ങളെ, വികാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന കേന്ദ്രമാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ വികാരം, ഏറ്റവും പ്രധാനപ്പെട്ട ചില വികാരങ്ങളിൽപ്പെട്ടതാണ് ഭയം എന്ന് പറയുന്നത്. അതേപോലെ കോപം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വികാരമാണ്. അപ്പോൾ നമ്മൾ ഭയപ്പെടുമ്പോഴും, വളരെയധികം ഭയപ്പെട്ടാലും വളരെയധികം കോപിച്ചാലും നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്ന ഏകദേശം ഒരേ രീതിയിലാണ്. രണ്ട് മേഖലകളായാലും, എന്ന് വെച്ചാൽ വളരെ നമ്മളിപ്പോൾ ഒരു ആനയുടെ മുമ്പിൽ പെടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വലിയ അപകടസ്ഥിതിയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുകയാണ്, അതൊരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളൊരു വലിയ ഭയം നമ്മളെ പിടികൂടുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. അതേപോലെ നമ്മൾ വളരെയധികം കോപിഷ്ഠരായി, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിൽ കോപിഷ്ഠരായാലും നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് ഒരേ രീതിയിലാണ്. അപ്പോൾ അതിനെ വിളിക്കുന്നത് ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡുകൾ എന്നാണ്. എന്ന് വെച്ചാൽ ഒന്നുകിൽ യുദ്ധം ചെയ്യുക, ഇല്ലെങ്കിൽ ജീവനം കൊണ്ട് ഓടുക, ഇല്ലെങ്കിൽ മരവിച്ച് നിൽക്കുക. ഇങ്ങനെ 3 സാധ്യതകളാണ് മനുഷ്യനുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ നിയന്ത്രണം മിക്കവാറും ഏറ്റെടുക്കുന്നത് ഈ അമിഗ്ഡാല എന്ന് പറയുന്ന തലച്ചോറിലെ ഒരു കേന്ദ്രമാണ്. 4മതൊരു കേന്ദ്രത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. അത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന തലച്ചോറിലെ മറ്റൊരു കേന്ദ്രമാണ്. അതൊരു പ്രത്യേക അവയവമല്ല, ഒരു നെറ്റ്വർക്കാണ്. RAS എന്ന് വിളിക്കും, റെറ്റിക്കുലർ ആർട്ടിക്കുലേറ്റിംഗ് സിസ്റ്റം. എന്ന് വെച്ചാൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്, ഇത് ശരീരത്തിന്റെ ബൗൺസർ എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു കാവൽ കേന്ദ്രമാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വഴി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏതിനെ നമ്മൾ എടുക്കണം, ഏതിനെ തഴയണം, ഏതിന് പരിഗണന കൊടുക്കണം, ഏതിനെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഏതിനോട് പ്രതികരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഗേറ്റ് കീപ്പറാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതിന് RAS എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വളരെ രസകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കണ്ടെത്തലുകളിൽ നമ്മെ വളരെ സഹായിക്കുന്ന കണ്ടെത്തലുകളാണ്. അപ്പോൾ 4 കേന്ദ്രങ്ങളെ കുറിച്ചാണ് ഞാൻ വേഗത്തിൽ ഒന്നുകൂടി പറയാം. തലയുടെ ബുദ്ധി കേന്ദ്രം അഥവാ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്, തലയുടെ ഓർമ്മ കേന്ദ്രം അഥവാ ഹിപ്പോ ക്യാമ്പസ്, തലയുടെ വികാര കേന്ദ്രം അഥവാ അമിഗ്ഡാല, തലയുടെ കാവൽ കേന്ദ്രം അല്ലെങ്കിൽ RAS. ഇങ്ങനെ 4 കേന്ദ്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ വളരെ തഴക്കവും വഴക്കവുമുള്ള ആവശ്യം അനുസരിച്ച് രൂപപ്പെടാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് പോകുന്നു എന്ന് നോക്കാം. അപ്പോൾ പൗലോസ് വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിന്റെ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂറോ സയൻസ് വഴി കണ്ടെത്തിയ ഈ കാര്യങ്ങൾ അതിനെ എത്രത്തോളം സഹായിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാലത്ത്, ഈ അടുത്ത കാലം വരെ ശാസ്ത്രം ബ്രെയിൻ മാറ്റം വരുത്താൻ പറ്റാത്ത ഫിക്സ്ഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ബ്രെയിൻ നവീകരണത്തിനും പുതുക്കത്തിനും അതേപോലെ മാറ്റങ്ങൾക്കും വിധേയമായ ഒന്നാണ് എന്നാണ്. അതിനെക്കുറിച്ച് ഏറ്റവും അധികം ഗവേഷണം നടത്തിയ ചില വ്യക്തികളുണ്ട്. അതിൽ ഒരാളുടെ പേര് ഡോക്ടർ കാരലിൻ ലീഫ് എന്നാണ്. അവരൊരു വിശ്വാസിയായ ഒരു സ്ത്രീയായ ഒരു ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. അവർ 30 വർഷത്തോളമായിട്ട് ഈ മേഖലകളിൽ വളരെ ഗവേഷണം നടത്തുന്ന ആളാണ്. അപ്പോൾ അവരുടെ ഒരു വളരെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് സ്വിച്ച് ഓൺ യുവർ ബ്രെയിൻ എന്നാണ്. നിങ്ങളുടെ ബ്രെയിനിനെ സ്വിച്ച് ഓൺ ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ഒരുപാട് രോഗികളെ, ഒരുപാട് ആളുകളെ അവർ കണ്ടെത്തി, അവരോട് സംസാരിച്ചു. പ്രത്യേകിച്ച് വലിയ ഒരു എന്തെങ്കിലും ട്രോമയിലൂടെ, വലിയ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, അത് പിന്നെ മരണം കൊണ്ടാവാം, അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ കൊണ്ടാവാം ഒക്കെ കടന്നുപോയ ആളുകളെ കുറിച്ച് അവർ പഠിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ആളുകളുടെ ബ്രെയിനിൽ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റങ്ങൾ വരുന്നത് അവരെന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവരുടെ ചിന്തകളാണ് അവരുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ചിന്തകളുടെ തടവറയിൽ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന്റെ ഘടനയെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതിനുള്ള 5 സ്റ്റെപ്പുകളൊക്കെ അവർ പറഞ്ഞു തന്നു. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില സ്റ്റെപ്പുകളാണ്. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകൾ അനുഭവത്തിലൂടെ വളരെ ഗുണകരമായിട്ട് തീർന്നു എന്ന് പറയുന്ന 5 സ്റ്റെപ്പുകളൊക്കെയാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ ബൈബിളിൽ പണ്ട് പറഞ്ഞ ചില സ്റ്റെപ്പുകളാണ്, അത് പുതിയ പേരൊക്കെ ഇട്ട് അവർ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ 90 സെക്കൻഡ് ഒരു ചിന്തയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ അതിന് അനുയോജ്യമായ ഒരു പ്രോട്ടീൻ തന്നെ ഉണ്ടാകുന്നു എന്നാണ്. അത് 21 ദിവസത്തെ ഒരു സൈക്കിളിൽ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ ഒരു ന്യൂറൽ പാത്വേ എന്ന് വെച്ചാൽ ഒരു ചിന്തയുടെ ഒരു ഹൈവേ അങ്ങനെ ഉണ്ടായി വരും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം നമുക്ക് ആവശ്യമുള്ള ചിന്തകളെ സെലക്ട് ചെയ്ത് ഇന്റൻഷണൽ ആയിട്ട് എന്ന് വെച്ചാൽ മനഃപൂർവ്വം തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത് നമ്മുടെ തലച്ചോറിന്റെ ന്യൂറൽ പാത്വേകളെ അല്ലെങ്കിൽ തലച്ചോറിലെ ചിന്തയുടെ വഴികളെ അത് ശക്തമാക്കും, ദൃഢമാക്കും എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇതിന്റെ മറുവശത്ത് നമ്മൾ തെറ്റായതും നമ്മെ സഹായിക്കാത്തതും വിഷാദാത്മകമായിട്ടുള്ള ചിന്തകൾ ഇതേപോലെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഉണ്ടാക്കുന്നു. തെറ്റായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ശക്തി കൂട്ടുന്നു, അതിന്റെ അളവ് കൂട്ടുന്നു. കോർട്ടിസോൾ മുതലായ ചില ഹോർമോണുകൾ, ചില രാസവസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. അത് ശരീരത്തെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്നു. അതേസമയം നല്ല ചിന്തകൾ ചിന്തിക്കുകയും ശരിയായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ശരീരത്തിലെ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ചില ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ചില രാസവസ്തുക്കളുണ്ട്. അതിലൊന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട രാസവസ്തുവാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്, ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കും. ഡോപ്പമിൻ നമുക്ക് എപ്പോഴും ഒരു ഫീൽ ഗുഡ്, നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ തന്നെ സെറട്ടോണിൻ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വിഷാദാത്മക ചിന്തകൾ കോർട്ടിസോളിന്റെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ സന്തോഷവും നല്ലതുമായ ചിന്തകൾ സെറട്ടോണിനെയും ഡോപ്പമിനെയും ഉണ്ടാക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ അത് സ്വാധീനിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ബൈബിൾ വാക്യം നമുക്ക് ശ്രദ്ധിച്ചാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-24 വാക്യങ്ങൾ, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്യങ്ങളാണ്. എഫേസ്യർ 4-ന്റെ 22 മുതൽ 24 വരെ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ മുൻകാല ജീവിത രീതി അത് വഞ്ചനാപരമായ ആഗ്രഹങ്ങളാൽ മലിനമായി തീർന്ന പഴയ മനുഷ്യനെ പോലെ ആയിരുന്നു. അത് ഉരിഞ്ഞു കളഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനാൽ മനോഭാവങ്ങളെ നവീകരിച്ചിട്ട് യഥാർത്ഥ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം എന്നാണ് അവിടെ പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ ചിന്തകൾ അത് നിഷേധാത്മക ചിന്തകളാണ്, അത് നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺസ് ആണ്. അത് നിങ്ങളെ, അതായത് നിങ്ങൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്, അതിനെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ സഹായത്താൽ നിങ്ങളുടെ മനോഭാവങ്ങളെ നവീകരിക്കുകയും നല്ല ചിന്തകൾ, നീതിയുള്ള ചിന്തകൾ, വിശുദ്ധിയുള്ള ചിന്തകൾ, അങ്ങനെ ചിന്തിക്കുകയും ദൈവാനുരൂപമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ മനുഷ്യനായി തീരാൻ സാധിക്കും എന്നാണ് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് വലിയൊരു പുതുക്കത്തിന്റെ സൂചനയാണ്, ഒരു റെനോവേഷന്റെ സൂചനയാണ് നമുക്ക് ആ വാക്യങ്ങൾ പറയുന്നത്. ഇതേപോലെയുള്ള നിരവധി വാക്യങ്ങൾ ബൈബിളിൽ ഒരുപാട് ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങൾ വായിച്ചാലും മറ്റനേക വാക്യങ്ങൾ വായിച്ചാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ സ്വാധീനിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളുടെ അതിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ പ്രത്യേക രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ചിന്തകൾ ഒന്നുകിൽ നല്ല ചിന്തകളായി അത് നല്ല ബിഹേവിയറിലേക്ക്, നല്ല പെരുമാറ്റങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുത്തിക്കും, അല്ലെങ്കിൽ അത് നമ്മെ നിഷേധാത്മകവും വിഷാദാത്മകവുമായിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ എടുത്തു കളയുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് നാളത്തെ പരിശീലനം കൊണ്ട്, കുറച്ച് നാളത്തെ രീതികൾ കൊണ്ട് ദൃഢപ്പെടും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നുള്ള ന്യായീകരണത്തിലേക്കൊക്കെ നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത്. എന്നാൽ നമ്മൾ അതിനെ കണ്ടെത്തി അതിനെ തിരിച്ചാക്കാൻ, അതിനെ മറിച്ചാക്കാൻ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം ദൈവാത്മാവിന്റെ സഹായത്തിൽ ചെയ്താൽ നമുക്ക് നല്ല ചിന്തകൾ ചിന്തിക്കാനും നമ്മുടെ തലച്ചോറിനെ അതിനെ രൂപപ്പെടുത്താനും സാധിക്കും എന്നാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. തെസ്സലോനിക്കർ 5:8, അപ്പോൾ 1 തെസ്സലോനിക്കർ 5:18. അപ്പോൾ അത് വാസ്തവത്തിൽ ഒരു ആത്മീയ കൽപ്പനയാണ്, നമ്മളോട് പറഞ്ഞ കൽപ്പനയാണ്. പക്ഷേ അത് മാനസിക ആരോഗ്യത്തിനുള്ള ഒരു ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കുറിപ്പടിയാണ് വാസ്തവത്തിൽ.
അതൊരു ഒരു ന്യൂറോ സയൻസ് കണ്ടെത്തിയ ഒരു കാര്യം കൂടിയാണ്. ന്യൂറോ സയൻസും പറയുന്നത് ഈ നന്ദി പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഈ മനോഭാവം, കൃതജ്ഞത എന്നുള്ള മനോഭാവം, അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ബ്രെയിൻ അതിനനുസരിച്ച് രൂപപ്പെടുന്നു എന്നുള്ളത് ഇന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ്. മറ്റൊരു ശാസ്ത്രജ്ഞന്റെ പേര് കൂടി പെട്ടെന്ന് പറയാം. അത് ലീ വാരൻ, ഡോക്ടർ ലീ വാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ന്യൂറോ സർജനാണ്. അദ്ദേഹം 25 വർഷത്തിലധികമായിട്ട് ന്യൂറോ സർജറിയിൽ തലച്ചോറിന് സർജറി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിൽ പ്രവർത്തിക്കുകയും അവിടെയുള്ള ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് ഈ ട്രോമയിലൂടെ കടന്നുപോയ ആളുകൾ, യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ച അമേരിക്കൻ പട്ടാളക്കാര്, യുദ്ധത്തിൽ അവയവങ്ങൾ കൈയും കാലൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ, അതേപോലെ വലിയ ട്രോമയിലൂടെ കടന്നുപോയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ചികിത്സിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം ഈ PTSD എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്, എന്ന് വെച്ചാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, എന്ന് വെച്ചാൽ വലിയ ട്രോമയിലൂടെ കടന്നുപോയ ആളുകൾക്ക് വലിയ വിഷാദത്തിന്റെ ലക്ഷണങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് കണ്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ന്യൂറോ സർജൻ എന്ന രീതിയിൽ നേരിട്ട് കണ്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബൈബിളുമായിട്ട് ബന്ധിപ്പിച്ച് അതിനെ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദൈവവചനപ്രകാരമുള്ള പ്രത്യാശ, ഹോപ്പ് എന്നുള്ള അനുഭവമുള്ള ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അവരുടെ വേദന പോലും 50% താഴെ കുറവിലേക്ക് വന്നു എന്നാണ്. പ്രത്യാശയുള്ള ആളുകളുടെ വേദന കുറയാൻ 50% കുറയാൻ അവരുടെ പ്രത്യാശ അവരെ സഹായിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രീതി തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി. അതിന് അദ്ദേഹം പറഞ്ഞത് സെൽഫ് ബ്രെയിൻ സർജറി എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന്റെ ശസ്ത്രക്രിയ സ്വന്തമായിട്ട് ചെയ്യാം. അത് കത്തിയും എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർജറി അല്ല. നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന് സർജറി ചെയ്ത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള വിഷാദാത്മക കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളുടെ സന്തോഷത്തെയും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ വലുതാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. അതായത് ചില രീതികളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അതും ബൈബിളിന്റെ അതേ പാറ്റേണിൽ ബൈബിളിന്റെ നിർദ്ദേശങ്ങളെ അദ്ദേഹം ഒരു ശാസ്ത്രീയ രീതിയിൽ രൂപീകരിച്ച് നൽകിയ കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 10:5 നമുക്ക് വലിയൊരു നിർദ്ദേശമുണ്ട്. ക്രിസ്തുവിൽ ഓരോ ചിന്തയെയും ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരിക, അതിനെ നിയന്ത്രിച്ചെടുക്കുക എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനഃപൂർവ്വം ചെയ്യാനായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. അത് ഈ ന്യൂറോ സയൻസിന്റെ കണ്ടെത്തലുകളായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബൈബിൾ പണ്ടേ പറഞ്ഞതാണ് ബൈബിൾ ധ്യാനിക്കുക എന്ന് വെച്ചാൽ ബൈബിളിലെ ചിന്തകൾ നമ്മുടെ സ്വന്തമാക്കി മാറ്റുക, നമ്മുടെ ആലോചനയുടെ ഭാഗമാക്കി മാറ്റുക. അതൊരു റിച്വൽ എന്ന രീതിയിലല്ല, കേവലം ഒരു പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന രീതി എന്നതിന് അപ്പുറത്തേക്ക് അതിനെ സ്വായത്തമാക്കാൻ, അതിലെ ചിന്തകളെ കണ്ടെത്തി അതിനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നല്ല ചിന്തകളെ നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സ്ഥിരമായിട്ട് ചെയ്താൽ, അതിന് കൃത്യമായിട്ടുള്ള ഒരു രീതി നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ, കേവലം ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും വചനം ധ്യാനിച്ചാൽ നമ്മുടെ ബ്രെയിൻ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും റീവയർ ചെയ്യപ്പെടും. നമ്മുടെ ചിന്തകൾ അതിനനുസരിച്ച് മാറും എന്നതാണ് ഇവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം കൂടി പെട്ടെന്ന് പറയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പാറ്റ, കോക്രോച്ച്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല സ്ത്രീകൾക്കും വലിയ ഭയമാണ് ഈ പാറ്റയും. പ്രത്യേകിച്ച് ഒരു പാറ്റയെ പെട്ടെന്ന് അടുക്കളയിലേക്ക് പാറ്റ ഇങ്ങനെ പറന്നു വന്നാൽ പലപ്പോഴും പല സമയത്ത് നമ്മൾ കണ്ടുകൊണ്ട് സ്ത്രീകളങ്ങനെ കരഞ്ഞുകൊണ്ട് കാറിക്കൊണ്ട് ഓടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പാറ്റയെ വേണ്ട പേടിയാണ്. പാറ്റ വലിയ അപകടകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും പല സ്ത്രീകളും ഈ പാറ്റയുടെ പെട്ടെന്നുള്ള ആക്രമണത്തെ പേടിച്ച് ഓടുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഈ പാറ്റ ഒരു മനുഷ്യനെ ഇന്നവരെ കൊന്നിട്ടില്ല, അല്ലെങ്കിൽ പാറ്റ കടിച്ചിട്ട് ആരും മരിച്ചിട്ടില്ല. പാറ്റ വിഷമുള്ള ഒരു ജീവിയല്ല. മാത്രമല്ല പാറ്റയെ ഒരു അടി കൊണ്ട് അല്ലെങ്കിൽ ഒരു വളരെ ചെറിയൊരു ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാറ്റയെ നമുക്ക് ഇല്ലാതാക്കാം. ഒരു പാമ്പിനെ കണ്ടിട്ട് ഓടുന്നതിന് എന്തെങ്കിലും ലോജിക്കുണ്ട് എന്ന് പറയാം, എന്നാൽ പാറ്റയെ കണ്ടിട്ട് ഓടുന്നതിന് ഒരു ലോജിക്കുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീകൾ അവരുടെ ചെറുപ്പത്തിലേ തന്നെ മിക്കവാറും അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു സ്ത്രീകളോ ഒക്കെ പാറ്റയെ കണ്ടപ്പോൾ ഇതേ രീതിയിൽ പ്രതികരിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ന്യൂറൽ പാത്ത് വേ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പാറ്റയുടെ കാഴ്ച അല്ലെങ്കിൽ പാറ്റ നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ആ വിഷ്വൽ ഇമ്പൾസസ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഈ ഒരു പാത്ത് വേയിൽ, അതായത് നേരെ അമിഗ്ഡാലയിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശം
ഈ വിഷ്വൽസ് കിട്ടുമ്പോൾ അമിഗ്ഡാല അതിനെക്കുറിച്ച് പറയുന്നത് വേഗം രക്ഷപ്പെട്ടോളൂ എന്നുള്ളതാണ്. രക്ഷപ്പെട്ട് ഓടിക്കോളൂ അല്ലെങ്കിൽ കാരിക്കോളൂ എന്നുള്ള നിർദ്ദേശമാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പ്രവർത്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പേ അമിഗ്ഡാല എന്ന് പറയുന്ന വികാര കേന്ദ്രം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ഈ വികാര കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒറ്റ ചിന്ത, ഈ പാട്ട് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ, ഒരു സ്ത്രീയല്ലേ, എനിക്കിത് നിയന്ത്രിക്കാമല്ലോ എന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നം തീരും. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ വികാര കേന്ദ്രം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി, ഈ സ്ത്രീ പണ്ട് മുതലേ ഈ ഒരു പാറ്റേൺ കണ്ടെത്തിയത് കൊണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് ഈ അമിഗ്ഡാലയിലേക്കുള്ള ഈ ന്യൂറൽ പാത്വേ അത് വളരെ ശക്തമായി, അത് വളരെ പ്രബലമായ ഒരു വഴിയായിട്ട് തീർന്നു. എന്നാൽ അതിനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. വ്യക്തമായിട്ടുള്ള ശ്രമം നടത്തി, കൃത്യമായിട്ടുള്ള ശ്രമത്തിലൂടെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്തോടെ നടക്കാൻ ശ്രമിക്കുകയാണ്, പുൽമേടുകൾ നിറഞ്ഞ ഒരു മലയിലൂടെ നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം നടക്കുമ്പോഴും മുഴുവൻ പുല്ലായിരിക്കും. എന്നാൽ നമ്മൾ ഒരു ദിവസം നടന്നു, 2 ദിവസം നടന്നു, സ്ഥിരമായിട്ട് അതിലൂടെ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ ആ വഴിയിലൂടെ പോകാൻ വളരെ എളുപ്പമാണ്. എന്നതുപോലെയാണ് തലച്ചോറിലെ ന്യൂറൽ പാത്വേകൾ ഉണ്ടാവുന്നത് എന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മളങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള വഴി ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് ന്യൂറൽ പാത്വേ, തലയിലെ നാഡികൾ ചേർന്നുള്ള പാത്വേസ് ആണ്. അപ്പോൾ അതങ്ങനെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ന്യൂറോൺസ്, ഒരേ രീതിയിൽ ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ എന്നാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ആളുകൾ പറയുന്നത്. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ. അപ്പോൾ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ന്യൂറോൺസ് ഒരേ രീതിയിൽ ചേർന്ന് ബലപ്പെട്ട് ഒരു പ്രബലമായ ന്യൂറൽ പാത്വേ ആയിട്ട് തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ തലച്ചോറ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അവയവമല്ല, അത് ഒരിക്കലും മാറാൻ പറ്റാത്ത ഒന്നല്ല. അത് ചിന്തകളാണ് അതിനെ സ്വാധീനിക്കുന്നത്. തെറ്റായിട്ടുള്ള ചിന്തകളോടെ തെറ്റായ രീതിയിൽ അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള റിസൾട്ടുകളും തെറ്റായിട്ടുള്ള പെരുമാറ്റങ്ങളും ഒക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരും. നിഷേധാത്മകമായ ജീവിത രീതിയിലേക്ക് അത് നയിക്കും. എന്നാൽ ദൈവവചനത്തിന്റെ സഹായത്താലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും മനഃപൂർവ്വമായിട്ട് ശ്രമങ്ങളാലും നമ്മൾ അതിനെ ശരിയായ രീതിയിലേക്ക് ദൈവവചനത്തിന്റെ സ്വാധീനത്താൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ ന്യൂറൽ പാത്വേകൾ അല്ലെങ്കിൽ പുതിയ നല്ല ശക്തമായ ശരിയായ രീതിയിലുള്ള നാഡി കണക്ഷൻസ് നമ്മുടെ തലച്ചോറിന് രൂപപ്പെട്ടു വരികയും അത് ശരിയായ ചിന്തകൾ ചിന്തിക്കാനും ശരിയായ പെരുമാറ്റങ്ങളിലേക്ക് നയിക്കാനും നമ്മെ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വികാര കേന്ദ്രങ്ങളെ അതിജീവിക്കാം. വികാര കേന്ദ്രങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്ത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മുടെ തലച്ചോറിന്റെ CEO എന്ന് നമ്മൾ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം ഏറ്റെടുക്കേണ്ട പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ സജീവമാക്കി നിർത്താനും അതിനെ ഉപയോഗിച്ച് നമുക്കിതിനെ ലോജിക്കലായിട്ട് മാനേജ് ചെയ്യാനും സാധിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഈ ആശയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ചിന്തകളെ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് വേഗം പറയാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളോട് വരുന്ന കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് ഈ ന്യൂറോ സയൻസിന്റെ പുതിയ കണ്ടെത്തലുകൾ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യം. അത് ബൈബിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബൈബിൾ പറഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ആലങ്കാരിക പ്രയോഗമാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ച് പോകുമായിരുന്നു. എന്ന് വെച്ചാൽ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, എബ്രായർ 5:14, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇതാണ്: കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ എന്നാണ്. അവിടെ പക്വതയിലേക്ക് വരാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഴയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പാല് കുടിക്കുന്ന ആളുകളായിട്ട് മാത്രം ഇരിക്കാതെ നിങ്ങൾ ഖരവസ്തുക്കൾ കഴിക്കുന്ന പക്വതയുള്ള ആളുകളായിട്ട് തീരാണ്. അപ്പോൾ പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് മെൽക്കിസദേക്കിനെ കുറിച്ചും അങ്ങനെ പഴയ നിയമത്തിൽ ഒരുപാട് ബിംബങ്ങളെയൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രസ്താവന പറയുന്നത്. അത് ഡാർബിയുടെ ട്രാൻസ്ലേഷൻ രസകരമാണ്. പഴയ 1800-കളിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ബട്ട് സോളിഡ് ഫുഡ് ബിലോങ്സ് ടു ഫുൾ ഗ്രോൺ men who on account of habit have their senses exercised for distinguishing
ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. അപ്പോൾ ദയർ സെൻസസ് ആർ എക്സസൈസ്ഡ് എന്നാണ്. അവരുടെ സെൻസസ്, അവരുടെ ഇന്ദ്രിയങ്ങൾ അത് പരിശീലനത്തിലൂടെ കടന്നുപോയ ഒന്നാണ്, പരിശീലനത്തിന് വിധേയമായ ഒന്നാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് പക്വതയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവിടെ ഉപയോഗിച്ച വാക്ക് ട്രെയിൻഡ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ പരിശീലിപ്പിക്കപ്പെട്ട എന്ന വാക്കാണ് ജിംനാസിയോ എന്ന വാക്കാണ്, ജിംനാസോ എന്ന വാക്കാണ്. എന്ന് വെച്ചാൽ ജിംനാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ച വാക്കാണ്. നമുക്കറിയാമല്ലോ, ഒരു ജിമ്മിൽ പോകുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ടൊന്നല്ലല്ലോ അവരുടെ ശരീരത്തിന്റെ ഘടന മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ മസിലുകൾ വളരുന്നതും ശരീരം ശക്തിപ്പെടുന്നതും ഒക്കെ ഒരു ദിവസം കൊണ്ടല്ല. അത് വളരെ ശ്രമകരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെയാണെന്ന്, വളരെ കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെയാണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, അത് നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പഴയ പോലെ ആവുകയും ചെയ്യും, അതിന്റെ പ്രയോജനം നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നതുപോലെ കൃത്യമായിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള യൂസിലൂടെ, കൃത്യമായിട്ടുള്ള ഉപയോഗത്തിലൂടെ, നമ്മുടെ ശരിയായ ഉപയോഗത്തിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ സയൻസ് കണ്ടെത്തിയ ചില കണ്ടെത്തലുകൾ വേഗത്തിൽ ഞാൻ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, RAS എന്നൊരു സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രെയിനിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബ്രെയിനിലൊരു കേന്ദ്രമാണ്, ഒരു സെന്ററാണ്. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡേറ്റ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കണക്കാക്കിയിരിക്കുന്നത് ഓരോ സെക്കൻഡിലും ഒരു ഏകദേശം 11 മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. 11 മില്യൺ, എത്ര അധികമാണെന്ന് ഓർക്കുക. അത്രയധികം ഇൻഫർമേഷൻസ് നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, രുചി, അതേപോലെ നമ്മുടെ സ്പർശനം, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങളോട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഒരു സമയം ശ്രദ്ധിക്കാൻ പറ്റുന്നത് കേവലം 50 എണ്ണത്തിന് മാത്രമാണ്. 50 എണ്ണത്തിന് മാത്രം. അതായത് 11 മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കേവലം 50 ഇൻഫർമേഷൻസ് മാത്രമാണ്. 50 ബിറ്റ്സ് ആണ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെ ഒഴിവാക്കണം, ബാക്കിയുള്ളതിനെ എങ്ങനെ തടയണം, അത് ആരാ തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കുന്ന സെന്ററിനെയാണ് നമ്മൾ ഈ RAS എന്ന് പറയുന്നത്. റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേക ബ്രെയിൻ കേന്ദ്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസറി സിഗ്നലുകൾ ഇങ്ങനെ തലച്ചോറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവയിൽ ശ്രദ്ധ അറിയിക്കേണ്ടത് ഏതാണ്, ശ്രദ്ധ അറിയിക്കാത്ത ഏതാണ്, അവഗണിക്കേണ്ട ഏതാണ്, ഏതിനോട് പെട്ടെന്ന് പ്രതികരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ RAS പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഗേറ്റ് കീപ്പർ എന്നുള്ള വാക്ക് നമ്മൾ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ എന്നുള്ള വാക്കൊക്കെ നമ്മൾ കൊടുത്തത്. അപ്പോൾ പക്ഷെ ഈ ഫിൽറ്ററിന്റെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കും, അതിന്റെ മാനദണ്ഡം അത് സ്ഥായിയായിട്ടുള്ളൊരു മാനദണ്ഡമല്ല. അതാണ് അതിന്റെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഓരോ സമയത്തും നമ്മുടെ നിലവിലുള്ള നമ്മുടെ മാനസിക അവസ്ഥ അനുസരിച്ച്, നമ്മുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച്, നമ്മൾ അനുഭവിക്കുന്ന വൈകാരിക നിലയനുസരിച്ച്, നമ്മുടെ മുൻകാല അനുഭവങ്ങൾ അനുസരിച്ച് ഈ RASന്റെ പ്രവർത്തന മാനദണ്ഡം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു വലിയ ഹോളിലിരിക്കുകയാണ്, കുറെ ആളുകൾ, 500 ആളുകൾ ആ ഹോളിലുണ്ട്. അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ഒരു നോയ്സ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം, വലിയ ഒച്ചപ്പാട് കേട്ടോണ്ടിരിക്കും. ഈ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ഒരു ഒച്ച അവിടെയുണ്ട്, ഒരു നോയ്സ് അവിടെയുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ആരെങ്കിലും എവിടെന്നെങ്കിലും നമ്മുടെ പേര് കൃത്യമായിട്ട് ഉച്ചരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അത് പിക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ബ്രെയിനിൽ അതുവരെ എല്ലാ ശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ചെവിയിൽ എത്തുന്നുണ്ട്. ഈ ശബ്ദങ്ങൾക്കെല്ലാം അതിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മുടെ ചെവിയിൽ ഉണ്ടാക്കുകയും അത് ബ്രെയിനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രെയിൻ അതിനെ അവഗണിച്ച് കളയുന്നു. പക്ഷെ നമ്മുടെ പേര് ആരെങ്കിലും ഉച്ചരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പിക്ക് ചെയ്യാൻ പറ്റും. അത് ഈ RASന്റെ പ്രവർത്തനം വഴിയാ. ഇപ്പോ ഒരു യുവതിയെ കുറിച്ച് ചിന്തിക്കാം. ആ യുവതി വിവാഹം കഴിച്ചു. യുവതിയായിരിക്കുമ്പോൾ ഒരുപക്ഷെ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ വളരെ താമസിച്ച് എഴുന്നോണ്ടിരിക്കുന്ന ആളാണ്, ഒരുപാട് നേരം ഉറങ്ങുന്ന ആളാണ്. പക്ഷെ വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുണ്ടായി, അതുവരെ രാത്രിയിൽ ആര് വിളിച്ചാൽ എഴുന്നേക്കാത്ത സ്ത്രീയാണ്. പക്ഷെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ ചെറിയ ഞരക്കങ്ങൾ പോലും രാത്രിയിൽ കേട്ട് ഉണരും. അതുവരെ ആള് വിളിച്ച് തട്ടി എഴുന്നേപ്പിച്ചപ്പോൾ എഴുന്നേക്കാത്ത ആള് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ, ഞരക്കം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കും. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ RAS എന്നുള്ള സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ RASനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും എന്നാണ് ന്യൂറോ സയൻസ് ഇപ്പൊ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനൊരു അടിസ്ഥാനമുണ്ട്, അതിന്റെ പിന്നിലൊരു അടിസ്ഥാനമുണ്ട്. അതിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടതെന്തെന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതെന്തെന്നും നമുക്ക് താല്പര്യമുണ്ടെന്നും ഈ RASന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. അപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുൻഗണനകൾ ആസ്പദമാക്കി, നമ്മുടെ വൈകാരിക നില ആസ്പദമാക്കി, നമ്മുടെ ചിന്തയുടെ പൊതു രീതിയെ ആസ്പദമാക്കി
നമ്മുടെ ബ്രെയിനിലെ RIS ഈ ഫിൽറ്റർ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ സെൻസറി ഇൻപുട്ടിനെ കട്ട് ചെയ്യുന്നതും വേണ്ടത് എടുക്കുന്നതും വേണ്ടാത്ത ഉപേക്ഷിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഇതൊരു നിഗൂഢമായ ഒരു ആകർഷണം പോലെയൊന്നും അല്ല അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തിനെ അവഗണിക്കണം, എന്തിനെ സ്വീകരിക്കണം എന്ന് ചോദിക്കുന്നത് RISനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തെ വളരെ ആവർത്തിച്ചും വളരെ വൈകാരികമായിട്ടുള്ള താല്പര്യത്തോടും വളരെ ശ്രദ്ധയോടും കൂടി ചിന്തിച്ചാൽ അതിനെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫ്ലാഗ് ചെയ്യാൻ RISന് സാധിക്കും. ബ്രെയിൻ അതിനെ ഫ്ലാഗ് ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ബ്രെയിൻ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നമ്മൾ സ്വാഭാവികമായിട്ട് കാണും. ഇപ്പോൾ ഒരു എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രത്യേക കാർ മേടിക്കാൻ താല്പര്യമുണ്ട്, പ്രത്യേക ബ്രാൻഡ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ റെഡ് ഇലക്ട്രിക് കാർ മേടിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ റെഡ് ഇലക്ട്രിക് കാറുകൾ നമ്മുടെ ചുറ്റും കാണും. മുമ്പ് ഇല്ലാത്തതുകൊണ്ടല്ല, മുമ്പ് അത് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾക്ക് താല്പര്യം വന്നു, നമുക്ക് വലിയൊരു അദമ്യമായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. ഈ ഒരു വണ്ടി എനിക്ക് മേടിക്കണം എന്നതിന് താല്പര്യമെങ്കിൽ നമ്മൾ പിന്നെ കാണുന്നതൊക്കെ അതാണ്. കാരണം നമ്മുടെ ബ്രെയിനിന് നേരത്തെ ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഏതിനെ തള്ളണമെന്നും ഏതിനെ കൊള്ളണമെന്നും ബ്രെയിനിനെ നമ്മൾ പരിശീലിപ്പിച്ചു. അതാണ് ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കാൻ കാരണം. അപ്പം നമ്മൾ വളരെ ഇന്റൻഷണൽ ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, കൃത്യമായിട്ടുള്ള ചിന്തകളിൽ ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യം നടപ്പാക്കാനായിട്ട് സാധിക്കും. അതാണ് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സെൻസസ് നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫിലിപ്പ് ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ സത്യമായത് ചിന്തിക്കുക, നിങ്ങൾ മാന്യമായത് ചിന്തിക്കുക, നീതിയായത് ചിന്തിക്കുക, ഇതാണ് നിങ്ങൾ അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ ഒരു ഫൈനൽ കൺക്ലൂഷൻ പോലെ പൗലോസ് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ട്രൂ, ഓണറബിൾ, ജസ്റ്റ്, ലവ്ലി, കമൻഡബിൾ, എക്സലന്റ്, വർത്തി ഓഫ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങൾ, ഇത്രയും വളരെ മനോഹരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും കാണുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. നല്ലതുണ്ട്, മോശമായതുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് വളരെ ഒരുപാട് ഇഷ്ടംപോലെ അറിവുകളും ധാരണകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ RISനെ ഫിൽട്ടർ ചെയ്യാൻ പഠിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിനെ കാണാനും ശ്രദ്ധിക്കാനും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ബാക്കിയുള്ളതിന് കളയാനും നമുക്ക് സാധിക്കും. അതാണ് ന്യൂറോ സയൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, RIS നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനെ തിരയുന്നുവോ അതിന് നിനക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ കർത്താവ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മുമ്പേ നമ്മൾ അതിനെയാണ് പ്രയോറിറ്റി ആയിട്ട് വെച്ചതെങ്കിൽ ദൈവത്തെ കാണും, ദൈവത്തിന്റെ രാജ്യത്തെ കാണും, ദൈവത്തിന്റെ നീതി കാണും. നമ്മൾ അതല്ല, ഈ ലോകവും ഈ ലോകത്തിന്റെ കാര്യങ്ങളും നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ RISനെ ഫിൽട്ടർ ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ RIS നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കിത് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചിന്തിച്ചുകൊണ്ടൊന്നും RIS മാറില്ല. RISന് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം അത് കേവലം ഉപരിപ്ലവമായ ഒരു ഫ്ലീറ്റിംഗ് ചിന്തയല്ല, അത് വളരെ ആഴത്തിലുള്ള ഉറപ്പായ ചിന്തയാണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് RISന് സാധിക്കും. അതിനനുസരിച്ചാണ് RIS പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ഓർക്കണം. ഒരു കാര്യം കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ന്യൂറോ സയൻസ് ഇപ്പൊ കണ്ടെത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ മികവിന് സഹായിക്കുന്നതെന്നും അത് നമ്മുടെ ആയുർദൈർഘ്യത്തെ പോലും സ്വാധീനിക്കുന്നു എന്നുമാണ് ന്യൂറോ സയൻസും അതേപോലെ അനുബന്ധ വിഷയങ്ങളൊക്കെ പഠിച്ച ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് റിസർച്ച് വഴിയൊക്കെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ ഇത് പണ്ടേ പറഞ്ഞ കാര്യമാണ്. പിന്നെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിരവധി വാക്യങ്ങളുണ്ട്. നമുക്ക് സമയക്കുറവ് മൂലം വാക്യങ്ങൾ എടുക്കാൻ നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ നമ്മളുടെ കൂടിവരവുകൾ, നമ്മൾ ഒരുമിച്ച് കൂടുതൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അതിനെ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, കാരണം നമ്മുടെ ഗാദറിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ, പാരസ്പര്യ ബന്ധങ്ങളിൽ നടക്കുന്ന നമ്മുടെ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ, നമ്മുടെ ഇടപാടുകളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ളത് അത് ഇപ്പോൾ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെയും തെളിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പഠനത്തെക്കുറിച്ച് മുമ്പേ കേട്ടിരിക്കും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു അഡൽട്ട് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി. അതിനെക്കുറിച്ച് നിരവധി വീഡിയോകളും റീലുകളൊക്കെ ഒരുപാട് വന്നതാണ്. അത് 88 വർഷമായിട്ട് ഇപ്പോഴും തുടരുന്ന ഒരു സ്റ്റഡിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡൽട്ട് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. കാരണം അത്രയധികം ഡാറ്റ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിലവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
മനുഷ്യന്റെ സന്തോഷത്തിന്റെയും അവന്റെ ആരോഗ്യത്തിന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങളാണ് ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെയും അവന്റെ ആരോഗ്യത്തിന്റെയും ദീർഘായുസിന്റെയും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. നല്ല ബന്ധങ്ങളുള്ള ആളുകൾ അവർ വളരെ മികവോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടെ, പ്രത്യാശയോടെ ജീവിക്കുന്നു എന്നുള്ള കണ്ടെത്തലുകൾ ഒരുപാട് ആളുകളെ അവർ പഠിച്ച ശേഷം കണ്ടെത്തിയ കാര്യമാണ്. അതേപോലെ തന്നെ ബ്ലൂ സോൺ റിസർച്ച് എന്ന് പറയുന്ന മറ്റൊരു റിസർച്ച് ഉണ്ട്. അത് ലോകത്തിൽ ദീർഘായുസുള്ള ആളുകളെ കുറിച്ച് പഠിച്ചൊരു പഠനമാണ്. എന്ന് വെച്ചാൽ 100 വയസ്സോ അതിൽ കൂടുതലോ ജീവിച്ച ആളുകൾ കൂടുതലുള്ള മേഖലകളിൽ നടത്തിയ ഒരു പഠനമാണ്. 100 വയസ്സൊക്കെയാണ് അവർ വെച്ചിരിക്കുന്ന വയസ്സെന്ന് പറയുന്നത്. അപ്പൊ അവർ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസവും വിശ്വാസത്തിന്റെ ഒരു സമൂഹവും ഉള്ളിടത്താണ്. വിശ്വാസം എന്തെങ്കിലും ആയിക്കോട്ടെ, വിശ്വാസം ബൈബിൾ വിശ്വാസം തന്നെയെന്നല്ല പല സ്ഥലങ്ങളിലും കണ്ടെത്തിയത്. പക്ഷെ എങ്കിൽ പോലും വിശ്വാസ സമൂഹങ്ങളിൽ ഒരുമിച്ച് സാമൂഹ്യ ബന്ധങ്ങൾ നല്ല നിലയിൽ കൊണ്ടെത്തിയ ആളുകളാണ് ദീർഘായുസോടെ ജീവിച്ചത് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോ ഈ തനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല എന്ന് ബൈബിളും ദൈവമൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ പോലും ഏകാന്തത എന്നുള്ളത് മനുഷ്യനെ ഉദ്ദേശിച്ചൊരു കാര്യമല്ല. അവൻ എപ്പോഴും കൂട്ടിലും ബന്ധത്തിലും പാരസ്പര്യത്തിലും ജീവിക്കേണ്ട ആളാണ്. അപ്പോൾ അത് ബ്രെയിനിനെ സ്വാധീനിക്കുന്നു എന്ന് പുതിയ MRI പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫങ്ഷണൽ MRI പഠനങ്ങളും അതേപോലെയുള്ള MRI റിസർച്ചുകളൊക്കെ വെച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല തനിച്ചിരിക്കുന്ന വലിയ ശക്തമായ ഏകാന്തതയിലൂടെ കടന്നുപോയ ആളുകളുടെ ഹിപ്പോ ക്യാമ്പസ് ചുരുങ്ങി പോകുന്നതായിട്ടാണ് ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ നല്ല സാമൂഹ്യ ബന്ധങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളുടെ ഹിപ്പോ ക്യാമ്പസ് ശക്തമാണ്, അത് വലിപ്പം കൂടിയതായിട്ട് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാരസ്പര്യ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സഭ നൽകുന്നതായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുടെ തലങ്ങളൊക്കെ അത് നമ്മുടെ ഒരു നന്മ മാത്രം എന്ന അർത്ഥത്തിന് അപ്പുറത്ത് നമ്മുടെ തലച്ചോറിനും നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ ശാരീരിക മികവിനും ഒക്കെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് ദൈവം നൽകിയ ഒരു ഡിസൈനാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പഠനങ്ങളുണ്ട്. വേറെ പല മേഖലകളിലും ഈ പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ശരീരത്തിന്റെ വിശ്രമം സംബന്ധിച്ച് ഒക്കെ പറയുന്ന കാര്യങ്ങൾ. വിശ്രമിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, പഴയ നിയമത്തിലാണെങ്കിൽ ശബത്ത്, പുതിയ നിയമം തന്നെ ഒരു ശബത്ത് അനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ സഹായിക്കുന്നു, അത് നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ റിനോവേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ബൈബിൾ പണ്ടേ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും പല ആഹ്വാനങ്ങളും അത് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ബൈബിൾ ഈ കാര്യം പണ്ടേ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതിന് നമ്മളെ സഹായിക്കുന്ന ആന്തരിക ശക്തി എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നു. ആരാണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. അത് എങ്ങനെ ഒരു ശാരീരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ന്യൂറോ സയൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ വളരെ നല്ല ഒരു സമന്വയം നമുക്ക് സാധ്യമാണ്. അപ്പോൾ നമ്മൾ 2 വ്യക്തികളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ വാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബ്രെയിനിന് സർജറി ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിന് ഒഴിവാക്കാൻ സാധിക്കും. സെൽഫ് ബ്രെയിൻ സർജറി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അത് നല്ല ബന്ധങ്ങളിലൂടെ ക്ഷമയും അതേപോലെ തന്നെ ആശ്രയവും സന്തോഷവും പ്രത്യാശയും പരിശീലിക്കുന്നതിലൂടെ ഒക്കെ അത് സാധിക്കും എന്നാണ്. മാത്രമല്ല ഡോക്ടർ ലീഫ് അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ തനിച്ച് ജീവിക്കേണ്ട ആളുകളല്ല, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളാണ്. സമൂഹത്തിന് വേണ്ടി, സാമൂഹ്യ ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ പല മേഖലകളും, ആവശ്യമില്ലാത്ത മേഖലകൾ ചുരുങ്ങുന്നു, കൂടുതൽ നല്ല ശക്തമായ മേഖലകൾ ബലപ്പെടുന്നു എന്നാണ്. അപ്പോൾ അത് ഈ പഠനങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദിവസം ഒരു വാക്യമെങ്കിലും ധ്യാനിക്കുക, ഒരാളോട് ക്ഷമിക്കുക, കർത്താവിൽ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക, ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് നല്ല വൈകാരിക റെഗുലേഷൻ സാധിക്കും.
അവരുടെ വികാരങ്ങളെ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ ബന്ധങ്ങളിൽ കൂടുതൽ മികവും തികവും പുലർത്താൻ സാധിക്കും. അവരുടെ പ്രയോജനപരത വളരെ വർദ്ധിക്കും. അപ്പോൾ അത് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഓർത്തതുപോലെ വിഷമുള്ള ചിന്തകളാണ് പലപ്പോഴും മാനസികവും ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളുടെയും വേര് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തെ എങ്ങനെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രോണിക് സ്ട്രെസ് നമ്മളെങ്ങനെ ബാധിക്കുന്നു. അതേപോലെ തന്നെ ഓരോ ചിന്ത ഒരു ദിവസം നമ്മൾ ശ്രമപൂർവ്വം മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ മൊത്തം ഔട്ട്ലുക്ക് തന്നെ, കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ പുതിയ ശാസ്ത്ര കണ്ടെത്തലുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇത് ബൈബിൾ പണ്ടേ പറഞ്ഞു വെച്ച പുരാതന സത്യങ്ങളാണ്. അവയെക്കുറിച്ച് കുറച്ചുകൂടി നല്ല ഒരു വീക്ഷണം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പറഞ്ഞ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ധ്യാനം, പ്രാർത്ഥന, ആത്മീക കൂട്ടായ്മ തുടങ്ങിയ വളരെ ലളിതവും വളരെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ളതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുന്നതുമായിട്ടുള്ള ഈ കാര്യങ്ങൾ, അവ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. അപ്പോൾ തെറ്റായിട്ടുള്ള ചിന്തകൾ തെറ്റായിട്ടുള്ള ന്യൂറൽ പാത്വേകളിലേക്കും അതുവഴി തെറ്റായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കും നയിക്കുന്നുവെങ്കിൽ ശരിയായിട്ടുള്ള ചിന്തകൾ ശരിയായിട്ടുള്ള ന്യൂറൽ പാത്വേകൾ ദൃഢപ്പെടാൻ, അത് ശക്തിപ്പെടാനും അതുവഴി ശരിയായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബൈബിളിലേക്ക് ശ്രദ്ധിക്കാം. ബൈബിൾ പറയുന്ന ഈ പുരാതന അറിവ് അത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമല്ല, അത് ശാസ്ത്രത്താൽ തെളിയിക്കപ്പെടുന്ന, ശാസ്ത്രത്താൽ സാധൂകരിക്കപ്പെടുന്ന, തികച്ചും ഒബ്ജക്റ്റീവായിട്ടുള്ള ഈ എക്സ്പെരിമെൻ്റൽ കാര്യങ്ങളിലൂടെ സാധൂകരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മികവുള്ളതാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. കാര്യങ്ങൾ പറഞ്ഞു തന്ന ബെന്നിസോറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചിന്തകൾ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ വയേഡ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ക്രിയാത്മകമായിട്ട് മാറ്റുന്നതിന് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ എങ്ങനെ ബാധിക്കുന്നു, ക്രിയാത്മകമായിട്ടുള്ള ചിന്തകൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ ചിന്തകളാണ് തുടക്കം എന്ന് പറയുന്നത്. അതിനെ നമ്മളെ തലച്ചോറിനെ വയർ ചെയ്യുന്നതിന് സാധിക്കും. അതിനെ പ്രത്യേക രീതിയിലേക്ക് നയിക്കുന്നതിനും നമ്മുടെ ജീവിത രീതിയിലായിട്ട് മാറ്റുന്നതിനൊക്കെ കഴിയും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ന്യൂറോ സയൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച സമയത്ത് ബൈബിള് പറഞ്ഞ പല നിർദ്ദേശങ്ങളും സത്യങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ ആധുനിക ന്യൂറോ സയൻസ് അതിനെ സാധൂകരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ 4 പോയിന്റായിട്ട് അതിനെക്കുറിച്ച് ബെനിജ പറഞ്ഞു. നമ്മുടെ മനസ്സിനെ നമുക്ക് നവീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാധിക്കും. നല്ല ബന്ധങ്ങൾ വളർത്തുക, അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നു, സഹായിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ന്യൂറോ സയൻസ് തന്നെ അതിനെ എത്രത്തോളം പുതിയ പഠനങ്ങൾ അതിനെ കാണിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതുപോലെ വിശ്രമത്തെ കുറിച്ച് ബൈബിള് പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് ഇപ്പോൾ ന്യൂറോ സയൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നേരത്തെ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ രീതിയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രയും സൂക്ഷ്മമായിട്ട് അതിനെ പരിശോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശാസ്ത്രം പറയുന്ന ശാസ്ത്ര സത്യങ്ങളായിട്ടും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളായിട്ട് ചേർന്ന് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ഥിരമായിട്ട് ബൈബിളിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ബൈബിളിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് ബൈബിള് ധ്യാനിക്കുകയും ഒരു വാക്യമെങ്കിലും എടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു. പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥന, മറ്റ് സഭയിലുള്ള മറ്റു വിശ്വാസികളുമായിട്ടുള്ള നല്ല കൂട്ടായ്മ, ഇതൊക്കെ എങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു വാക്ക് ഉപയോഗിച്ച് ന്യൂറൽ പാത്വേ സൃഷ്ടിക്കാൻ, അല്ലെ, ഒരു ഹൈവേ
തന്നെ ചിന്തയുടെ ഹൈവേ, അതിന് ഇന്റൻഷണൽ തോട്ട്സ് എങ്ങനെയാണ് നമ്മളെ ഒരു ന്യൂറൽ പാത്വേയിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ നല്ല അങ്ങനെ ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ വളരെ നമ്മൾ ചിന്തിക്കുകയും ശ്രദ്ധിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാം ബാക്ക് ടു ബേസിക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണ്ട് കാലങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ചിന്തകളെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിത രീതികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വളരെ ആഴമേറിയ ഈ സത്യങ്ങളെ, പഠനങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ബെന്നിച്ചേട്ടനോടുള്ള നന്ദി അറിയിക്കുന്നു.